ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ക്ലോക്കിൻ്റെ അകത്തായി ഫോട്ടോസും വീഡിയോസും ഒളിപ്പിച്ച് വെക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മിന്നിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൻ കൂടി കാണാൻ സാധിക്കും. അതിൽ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ നേടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുമാതിരിയുള്ള കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനായി ആദ്യം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിലായി ക്ലോക്ക് വാൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ക്ലോക്ക് വാൾട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള ക്ലോക്ക് വാൾട്ടിനെ പറ്റി കുറേ ആപ്ലിക്കേഷനുണ്ട്. ഏറ്റവും ആദ്യം വരുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 5.4 MB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഫോണിലും നിങ്ങൾക്കിത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതുമാത്രമല്ല 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഈ ആപ്ലിക്കേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഇതെന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 4.4 സ്റ്റാറിൻ്റെ റിവ്യൂസും ഈ ആപ്ലിക്കേഷന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ മുഴുവനായി ഫിനിഷ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. അതിനുശേഷം എവിടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉള്ളത് അവിടത്തേക്ക് നിങ്ങൾ ജസ്റ്റ് പോവുക. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പെർമിഷൻ എല്ലാം ചോദിക്കും. അതെല്ലാം നിങ്ങൾ ആദ്യം തന്നെ അലോ കൊടുത്തു വിടുക. ഇതിൽ കൊടുക്കുന്ന ഓരോ പെർമിഷനും നിങ്ങൾ വായിച്ച് അലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നടുഭാഗത്തെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമാണ് ഇതിൻ്റെ പാസ്വേഡ്. അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരിക്കൽ കൂടി ആ നടുഭാഗത്തുള്ള സ്വിച്ചിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരിക്കൽ കൂടി അതേ ടൈം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ക്ലോക്കിൻ്റെ പാസ്വേഡ്. എപ്പോൾ ഇത് ഓപ്പൺ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID ഇവിടെ അടിക്കാൻ വരും. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID അവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഇത് ഇത് പാസ്വേഡ് മറന്നു പോയാൽ റിക്കവറി ചെയ്യേണ്ട ഇമെയിൽ ID ആണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരും. ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ ഭാഗത്തെ ഒരു പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് വീഡിയോ, ഇമ്പോർട്ട് ഫോട്ടോ, ഇമ്പോർട്ട് ഓഡിയോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വെച്ച് സംരക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഒരു ലോക്കിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഏത് ഫോൾഡറിലേക്കാണോ ആക്കേണ്ടതെന്ന് ചോദിക്കും. അത് ഞാൻ ഇപ്പോൾ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് എന്ന് വന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇതിലേക്ക് ആ ഫോട്ടോ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും പെർഫെക്റ്റായി കറക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇമ്പോർട്ട് വീഡിയോ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വെക്കേണ്ടത് ആ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡറാണോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ആ വീഡിയോയും ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അത്രയും സ്പീഡായി തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കൊരു MP4 വീഡിയോ പ്ലെയറായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ബാക്ക് അടിക്കുക. പിന്നെ പറയാനുള്ളത് ബാക്ക് അടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഫിംഗർ ഉണ്ടെങ്കിൽ ഫിംഗർ വെച്ചും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ ധാരാളം സെറ്റിങ്സുകളും ഇതിലുണ്ട്. ഈ സെറ്റിങ്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മുഴുവനായിട്ടുള്ള സെറ്റിങ്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ക്ലോക്കിൻ്റെ ടൈം പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ച് തുറക്കണമെങ്കിൽ നടുഭാഗത്തായി ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് എത്രയാണോ അത് നിങ്ങൾ കറക്റ്റ് വെച്ചതിന് ശേഷം ആ നടുഭാഗത്തുള്ള സ്വിച്ചിൽ അമർത്തിയാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ നേരത്തെ സംരക്ഷിച്ച് വെച്ച ഫോട്ടോസും വീഡിയോസും കാണാൻ സാധിക്കുന്നതാണ്.
പിന്നെ ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് നിങ്ങൾ സെറ്റിങ്സ് പോയി അതിൻ്റെ ഒരു പെർമിഷൻ ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങൾക്കൂടെ അന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനേക്കാളൊക്കെ മികച്ച മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോയുമായി നാളെ വൈകുന്നേരം 6 മണിക്ക് കാണാവുന്ന പ്രതീക്ഷയോടുകൂടി ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.